കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ഒറ്റ വെച്ച് സംസാരിക്കുക, നമ്മളെ അടിക്കുക, അല്ലേ? നമ്മളെ അടിക്കുക. പിന്നെന്ത് ചെയ്യും? കണ്ണി കാണാൻ എടുത്തെറിയുക, മൊബൈൽ എടുത്തെറിയുക, അല്ലേ? എന്നിട്ട് പോയി കിടക്കുക, എന്നിട്ട് കൈയിട്ടടിക്കുക, എന്തെല്ലാം തലയിട്ടടിക്കുക, അല്ലേ? ഇതെല്ലാം ചെയ്യില്ലേ? ചെയ്യോ? അതായത് നമ്മുടെ മൊബൈൽ ഉപയോഗം നമ്മൾ സ്വയം നിയന്ത്രിക്കണം. അതെങ്ങനെയാ സ്വയം നിയന്ത്രിക്കുന്നത്? നമുക്ക് കുറച്ചു നേരം ഇപ്പൊ നിങ്ങളെ അമ്മയോട് പറയാം, അമ്മേ എനിക്ക് ദിവസം 1 മണിക്കൂർ ഉപയോഗിച്ചാൽ മതി. 1 മണിക്കൂർ. ഇപ്പൊ രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, ഒരാഴ്ചത്തേക്ക് 2 മണിക്കൂർ. രാവിലെ 1 മണിക്കൂർ, 2 മണിക്കൂർ, വൈകിട്ട് അങ്ങനെ 2 മണിക്കൂർ, 2 മണിക്കൂർ സമയത്ത് നിങ്ങൾ സ്വയം തീരുമാനിക്കണം, ഞാൻ ഇത്ര നേരം ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെ? മൊബൈല്, ആ മൊബൈൽ കൊണ്ട് നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. ഈ ക്ലാസ് നമ്മൾ യൂട്യൂബ് നോക്കി ക്ലാസ് ചെയ്യാം, മനസ്സിലായി? അപ്പൊ അത് കണ്ടു കഴിഞ്ഞ് മാറ്റി വെച്ചേക്കണം. പിന്നെ വീണ്ടും അടുത്തായിട്ട് പോകരുത്. ഇപ്പൊ ഒരു സംഗീതം പാട്ട് പഠിക്കാൻ യൂട്യൂബ്, അല്ലെ? യൂട്യൂബിൽ പാട്ട് പഠിക്കുന്ന വീഡിയോസ് വരെയുണ്ട്. അപ്പൊ അത് ചെയ്യണം. ഒരു പാട്ട് എന്ത് ചെയ്യണം? അല്ലെ? നമുക്ക് ഒരു പാട്ട് കേൾക്കണം. എന്ത് ചെയ്യണം? വീട്ടിലെ അനിയത്തിക്കും ഒക്കെ മൊബൈൽ കൊടുത്തിട്ട് അല്ലേ? ഒരു കൊടുക്കാറുണ്ടല്ലേ? എന്റെ അനിയത്തി കടയിപ്പോ അമ്മ മൊബൈൽ എടുത്ത് കൊടുക്കല്ലേ? ഇന്ന് മോള് പോയി പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അത് ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് കേട്ടോ. അവനെ അമ്മ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. ഒരിക്കലും നിർബന്ധം മാറട്ടെ, എന്റെ കുഞ്ഞിനെ സന്തോഷിക്കട്ടെ, എന്റെ കുഞ്ഞിനെ ആസ്വദിക്കട്ടെ എന്ന് കരുതി അവന് മൊബൈൽ കൊടുക്കും കേട്ടോ. അവന് കൊടുക്കാം, പക്ഷെ അത് സമയബന്ധിതമായി കൊടുക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞ് സമയം നോക്കണം. അപ്പൊ ഇന്ന് മുതൽ മൊബൈൽ അഡിക്ഷൻ ഉള്ളവരായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടാവും? എല്ലാവരും അത് സ്വയം നിയന്ത്രിക്കുന്നു. ക്ലാസ് സ്വയം ഉണ്ടാവോ? ആളുകൾ പറയോ? എല്ലാവരും എഴുതുന്നത് ഇത് സത്യം എന്ന് പറയും. അതിന് കഴിവില്ല. നിങ്ങൾ തന്നെ ഒരു വാചകം പറഞ്ഞു, സത്യം എന്താ നിങ്ങൾ പറയുന്നത്? മൊബൈൽ ഉപയോഗം കഴിഞ്ഞ് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കും. ഇത് സത്യം. മൊബൈൽ ഉപയോഗം